നമസ്കാരം. കുട്ടികൾ നമ്മെ വിട്ട് പിരിക്കുന്നത് നമുക്ക് എപ്പോഴും വേദന തന്നെയാണ്. അതിദാരുണമായ സംഭവം നമ്മുടെ കൺമുന്നിൽ വെച്ചാണെങ്കിലും പിന്നീട് ജീവിതകാലം മുഴുവനും നമ്മളെ വേട്ടയാടുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും അത്. പറഞ്ഞു വരുന്നത് പ്രവാസി കുടുംബത്തിനുണ്ടായ ദാരുണമായ സംഭവത്തെക്കുറിച്ചാണ്. കെട്ടിടത്തിൽ നിന്ന് വീണ മലയാളി വിദ്യാർത്ഥി മസ്കറ്റിൽ മരിച്ചു. ഇടുക്കി തൊടുപുഴ അമയപ്ര ഉടുമ്പന്നൂർ സ്വദേശി ജോർജ് മെക്കാട്ടിൽ ബിനുവിന്റെയും ബിന്ദു ജോർജിന്റെയും മകൻ ബേസിൽ ജോർജാണ് 12 വയസ്സുകാരനാണ് മരണപ്പെട്ടത്. മസ്കറ്റിലെ വാദി കബീറിലെ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ നിന്നാണ് വിദ്യാർത്ഥി വീണത്. വാദി കബീർ ഇന്ത്യൻ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ബേസിൽ. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. മൃതദേഹം തുടർ നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശബ്ദം കേട്ടാണ് നാട്ടുകാരെല്ലാവരും, ആ ഫ്ളാറ്റിലെ ജീവനക്കാരും മറ്റുള്ളവരും ഫ്ളാറ്റിലെ താമസക്കാരും ഒക്കെ തന്നെ ഓടി വരുന്നത്. ഓടി വരുമ്പോൾ ഈ കുട്ടിയുടെ തല ചിതറിക്കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. കാല് വഴുതി വീണതാണോ അതോ മനഃപൂർവ്വം എടുത്ത് ചാടി മരിച്ചതാണോ അടക്കമുള്ള കാര്യങ്ങൾ അറിയില്ല. എന്തായാലും അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടന്നു വരികയാണ്. മറ്റൊരു പ്രവാസിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും കൂടി പുറത്തു വരുന്നുണ്ട്. ജോർദാൻ സൈനികരുടെ വെടിയേറ്റ് മലയാളി യുവാവ് കൊല്ലപ്പെട്ടിട്ട് 1 വർഷം പൂർത്തിയാകുമ്പോഴും ദുരൂഹമായ പല ചോദ്യങ്ങൾക്കും ഇന്നും ഉത്തരമില്ല. തുമ്പ രാജീവ് ഗാന്ധി നഗറിൽ പുതുവൽ പുരയിടത്തിൽ തോമസ് ഗബ്രിയൽ പെരേരയാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 10 ജോർദാൻ സൈനികരുടെ വെടിയേറ്റ് മരിച്ചത്. കേരളത്തിൽ നിന്ന് ഫെബ്രുവരി 5 3 മാസത്തെ സന്ദർശക വിസയിലാണ് തോമസ് ഗബ്രിയേൽ പെരേരയും ബന്ധുവായ എഡിസണും ജോർദാനിലെത്തിയത്. ഇരുവരും ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് വെടിയേറ്റതെന്നാണ് ഇന്ത്യൻ എംബസി പിന്നീട് അറിയിച്ചത്. വെടിയേറ്റ തോമസ് ഗബ്രിയേൽ പെരേര സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കാലിൽ വെടിയേറ്റ എഡിസൺ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് നാട്ടിൽ മടങ്ങി എത്തുമ്പോഴാണ് തോമസ് ഗബ്രിയേൽ പെരേരയുടെ മരണവിവരം അറിഞ്ഞത്. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ്. നാട്ടിൽ ഓട്ടോ ഡ്രൈവറായിരുന്ന തോമസ് ഗബ്രിയേൽ പെരേരയും ബന്ധുവായ എഡിസണും ജോർദാനിൽ എത്തിയത് 3 മാസത്തെ സന്ദർശക വിസയിലാണ്. വെടിവെപ്പ് നടന്നത് കാരക് മേഖലയിലായിരുന്നു. ഇവിടെ നിന്ന് ഇസ്രായേൽ അതിർത്തിയിലേക്ക് കിലോമീറ്ററുകൾ ഉണ്ട്. പിന്നെ എന്തിനാണ് ഇവരെ ജോർദാൻ സൈന്യം വെടിവെച്ചതെന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. മാത്രമല്ല, അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചാൽ നേരിടേണ്ടത് ഇസ്രായേൽ സൈന്യം അല്ലേ എന്ന ചോദ്യത്തിനും ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. വിസ തട്ടിപ്പിന്റെ ഇരയാണോ ഇവർ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇസ്രയേൽ ജോലി വാഗ്ദാനം ചെയ്തതിനാൽ തോമസ് ഗബ്രിയേൽ പെരേരയും ബന്ധുവായ എഡിസണും ജോർദാനിലേക്ക് പോയതെന്ന റിപ്പോർട്ടുകളുണ്ട്. ഏജന്റും സുഹൃത്തുമായ വ്യക്തിക്കെതിരെ പിന്നീട് എഡിസൺ ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇരുവർക്കും ജോർദാൻ സന്ദർശകനാണ് വിസ നൽകിയതെന്നും ഇസ്രയേലിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതിന് തന്റെ അറിവില്ലെന്നും ആരോപണത്തിന് മറുപടിയായി സുഹൃത്ത് വ്യക്തമാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച പല ചോദ്യങ്ങൾക്കും ഇന്നും കൃത്യമായ മറുപടിയില്ലെന്നതും ശ്രദ്ധേയമാണ്. പ്രവാസികൾക്കുണ്ടാവുന്ന ഇത്തരം ദാരുണ സംഭവം തട്ടി ചോദിക്കാൻ പോലും ആരുമില്ലാത്ത ഗതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നു.